ഹലാലായത് ഭുജിക്കണേ, ഹലാലായത് കുടിക്കണേ. ഹലാലായത് കഴിച്ചാൽ, ഹലാലായത് ഭുജിച്ചാൽ മാത്രമാണ് സുഹൃതം ചെയ്യാൻ പറ്റുകയുള്ളൂ. നമസ്കരിക്കാൻ ഖലാസുള്ളൂ, നോമ്പ് പിടിക്കാൻ ഖലാസുള്ളൂ, സകാത്ത് കൊടുക്കാൻ ഖലാസുള്ളൂ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ ഖലാസുള്ളൂ, ദീനിന്റെ വിഷയങ്ങളിലേക്ക് കടക്കാൻ ഖലാസുള്ളൂ. 15ാമത്തെ വയസ്സിൽ ഖുറാസാൻ എന്ന പട്ടണത്തിലേക്ക് പോകുകയാണ്. ഫഹഫിദൽ ഖുർആൻ, ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കുകയാണ്. അവിടെ നിന്ന് നിർത്തുന്നില്ല, വീണ്ടും യാത്ര ചെയ്യുകയാണ്. ബുഖാരിയിലേക്ക് പോകുകയാ. ഫലാസമ ഹിസാമുദ്ദീനുൽ ബുഖാരിയോ, ഹിസാമുദ്ദീനുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്ന്, ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. തഫാസീറുകൾ മുഴുവനും മനപ്പാഠമാക്കുകയാണ്, ഫിഖ് പഠിക്കുകയാണ്, ഹദീസുകൾ മനപ്പാഠമാക്കുകയാ, ദീനിന്റെ എല്ലാ ഫന്നുകളും പഠിച്ചെടുക്കുകയാണ്, ഖുജാതങ്ങൾ പഠിച്ചെടുക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാ. സുബ്ഹാനല്ലാഹ്. ഹാറൂൻ പട്ടണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടതായ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നുകൊണ്ട് വിലായത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയാ. 20 വർഷത്തോളം വലാസമ ഉസ്മാനുൽ ഹാറൂനി 20 സന, 20 വർഷത്തോളം അദ്ദേഹത്തിന്റെ അടുക്കൽ നിലകൊള്ളുകയാ. ജീവിതത്തെ തർബിയത്തെടുക്കുകയാണ്. ഉസ്മാനുൽ ഹാറൂനിയുടെ ജീവിതം പരിപൂർണമായി ഒപ്പിയെടുക്കുകയാണ്. ബറക്കത്ത് വേണ്ടേ, ജീവിതത്തിൽ ഖൈറ് വേണ്ടേ, അതിനുവേണ്ടി ഉസ്താദിന്റെ അടുക്കൽ, ശൈഖിന്റെ അടുക്കൽ 20 കൊല്ലം കൂടുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മുഈനുദ്ദീൻ തങ്ങളുടെ മുരീദീങ്ങളിൽപ്പെട്ടതായ ഡൽഹിയിൽ വഫാത്തായി കിടക്കുന്ന ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാ. 70 വർഷം ഞാൻ എന്റെ ഉസ്താദിനെ ശ്രദ്ധിച്ചു നോക്കി. എന്റെ ഉസ്താദാകുന്ന ഖ്വാജാ തങ്ങൾ മുഈനുദ്ദീൻ തങ്ങള് പകല് മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്. ഇശാഇനടുത്ത വുദൂ കൊണ്ട് സുബഹി നമസ്കരിക്കുന്ന മഹാനാണ്. എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ 2 പ്രാവശ്യം ഖത്മ തീർക്കുന്ന മഹാനാണ് എന്റെ ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു